കൺവെൻഷൻ. കുമ്പനാട് കൺവെൻഷനിൽ രാഷ്ട്രീയ പ്രവർത്തകരായ ചിലർ പങ്കെടുത്തുവെന്നും അവർക്ക് അവിടെ ആശംസകൾ അർപ്പിക്കാൻ സമയം കൊടുത്തുവെന്നും ഉള്ളതാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത്. അതിൽ ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെടുന്നത് അത് വലിയൊരു പാപമായി പോയി, പാതകമായി പോയി എന്നുള്ള നിലയ്ക്കാണ് സംസാരിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയക്കാരുമായി അകലം പാലിക്കണം, ഒരു ഗ്യാപ്പ് ഇടണം, അത് പാടില്ല. ഇതാണ് ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. അതിന് എനിക്ക് കിട്ടിയ ഒരു ഓഡിയോ ക്ലിപ്പ്, ഒരു വിദേശ മലയാളി പെന്തക്കോസ്റ്റ് വിശ്വാസിയാണ്. അദ്ദേഹം IPCയുടെ പ്രസിഡന്റ് ജേക്കബ് ജോണുമായി സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്. അപ്പം അദ്ദേഹം പറയുന്നത് ഇതൊക്കെ തെറ്റാണ്. അപ്പം തൻ്റെ നിലപാട് വ്യക്തമാക്കാനൊക്കെ പ്രസിഡന്റ് ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ഓഡിയോ ക്ലിപ്പാണ്. ഇതൊക്കെ ആളുകൾ കേട്ടോണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതിൽ വിയോജിപ്പുള്ള ആളുകൾ അവർ പറയുന്ന സഭ വിശുദ്ധമാണ്, അപ്പോൾ വിശുദ്ധമായ ഒരു സഭ, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല. ഞാൻ ഈ നമ്മുടെ ക്ലാസ്സുകളിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ ക്രൂശിന്റെ ശത്രുക്കളായി അനേകർ നടക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന് പറയുമ്പോൾ അത് രണ്ട് പോളാണ്, ഒരു വെർട്ടിക്കൽ പോളും ഹൊറിസോണ്ടൽ പോളും ഉണ്ട്. അത് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് വിത്ത് മേൻ. മറ്റൊരു അർത്ഥത്തിൽ ഭാരതീയ ഭാഷയിൽ പറഞ്ഞാൽ മാനവ സേവ, മാധവ സേവ. അപ്പോൾ മാനവ സേവ, മാധവ സേവ എന്ന് ഭാരതീയ ദർശനത്തിൽ പറയുന്നത് മാനവ സേവ, മാധവ സേവ തന്നെയാണെന്നാണ്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയിൽ ഇത് രണ്ടുമുണ്ട്. മനുഷ്യനെ സേവിക്കുക, ദൈവത്തെ സേവിക്കുക, അല്ലെ ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യനോടുള്ള ബന്ധവും. അപ്പോഴാണ് ഇങ്ങനെ ക്രോസ് ഉണ്ടാകുന്നത്. ഈ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ നിൽക്കും. ഒരു ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ അതൊരു വെർട്ടിക്കൽ പോള് മാത്രമായിരിക്കും. വെർട്ടിക്കൽ പോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധം. അതാണിപ്പോൾ ഈ ഭൂരിപക്ഷം ആളുകളും ഡിമാൻഡ് ചെയ്യുന്നത്. നമുക്ക് ദൈവത്തോട് ബന്ധം വേണം, നമുക്ക് പാട്ട് വേണം, പ്രാർത്ഥന വേണം, ദൈവത്തോടുള്ള ബന്ധം. അതിനാണ് ആർഗ്യൂ ചെയ്യുന്നത്, നിലവിളിക്കുന്നത്. പക്ഷേ അത് പ്രശ്നം, നമ്മൾ ദൈവത്തോടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അത് ദൈവത്തോടുള്ള ബന്ധം മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. അതൊരു അഹങ്കാരത്തിൻ്റെ ചിഹ്നമാണ്. അഹങ്കാരത്തിൻ്റെ ചിഹ്നമാണ്, സ്വയമാണ്, സ്വാർത്ഥമാണ്, സ്വാർത്ഥതയാണ്. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുക്കുക. ഇപ്പം തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ ഓഫ് ഐ ആണ്, സെൽഫാണ്, സെൽഫ് ഡിനയലാണ്, സ്വയം ത്യജിക്കുകയാണ്. അപ്പോൾ സ്വയം ത്യജിക്കലാണ് മനുഷ്യനുമായിട്ടുള്ള ബന്ധം വരുന്നത്. മനുഷ്യനുമായിട്ടുള്ള ബന്ധം ഇപ്പം ഗ്രീക്ക് ഭാഷയിൽ ഡയാക്കനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് ഡീക്കൺ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡീക്കൻ, ശംശാനോ, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഷമ്മാശൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 6 ഷമ്മാശന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഷമ്മാശന്മാരെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡീക്കന്മാരെ തിരഞ്ഞെടുക്കും. എന്തിനാ? അത് സർവീസാണ്, ശുശ്രൂഷ എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ ഈ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ സർവീസ്, സാമൂഹിക സേവനം, സർവീസ് എന്ന വാക്കാണ്. സർവീസ് എന്ന വാക്കാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാം, ചർച്ചിലെ പ്രാർത്ഥനകൾക്ക് അല്ലെങ്കിൽ ആ ചർച്ചിൽ നടക്കുന്ന ആ ആരാധന കാര്യങ്ങൾക്ക് പറയുന്നതും സർവീസ് എന്നാണ്. പലപ്പോഴും നമ്മൾ സർവീസ് എപ്പോഴാണ് തുടങ്ങുന്നത്, സർവീസ് എപ്പോഴാണ് തീരുന്നത്. ഇപ്പൊ സർവീസ് എന്ന വാക്ക് അത് അതിൻ്റെ മൂല വാക്കിൽ, അത് എബ്രായ ഭാഷയായാലും ഗ്രീക്ക് ഭാഷയായാലും ഒക്കെ ഒരേ വാക്കാണ് കിടക്കുന്നത്. അത് കണക്റ്റഡ് ആണ്. ക്രിസ്ത്യൻ തിയോളജിയിൽ അത് കണക്റ്റഡ് ആണ്. അപ്പോൾ ക്രിസ്ത്യൻ തിയോളജിയിൽ അത് കണക്റ്റഡ് ആയതുകൊണ്ടാണ് അത് ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെ കണക്റ്റഡ് ആയിട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ സർവീസ്, ചർച്ച് സർവീസ്. അപ്പോൾ നമ്മൾ സർവീസ് ബുക്ക്, പ്രാർത്ഥനാ പുസ്തകത്തിന് ചിലപ്പോൾ സർവീസ് ബുക്ക് എന്ന് കാണാം. അപ്പോൾ സർവീസ് ബുക്ക്
ദാറ്റ് മീൻസ് സെർവിങ് ഗോഡ് ആൻഡ് സെർവിങ് പീപ്പിൾ ഇതൊരുമിച്ചാ പോകുന്നത്. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്, സെർവിങ് ഗോഡ് ആൻഡ് സെർവിങ് പീപ്പിൾ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നു, ദൈവത്തെ സേവിക്കുക, മനുഷ്യനെ സേവിക്കുക. നിങ്ങളത് ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും, അങ്ങനെ ആ വാക്ക് സെയിം ആണെന്നുള്ള സർവീസ്. അപ്പൊ അതിൽ നിന്നാണ് ഈ മിനിസ്റ്റർ, ദോസ് ഹു സേർവ്, ദോസ് ഹു മിനിസ്റ്റർ, ദാറ്റ് ഇസ് മിനിസ്റ്റർ. പാസ്റ്റർ എന്നതിന് ഈക്വലന്റ് വാക്കാണത്, മിനിസ്റ്റർ. അതാണ് നമ്മൾ ഈ മന്ത്രിമാരെ എന്നൊക്കെ പറയും മിനിസ്റ്റർ. ഇതിനെ വേർപെടുത്താൻ കഴിയത്തില്ല. പണ്ട് ഈ EMS നമ്പൂതിരിപ്പാട് ഉള്ള സമയത്ത് സ്ഥിരമായി അദ്ദേഹം നടത്തുന്ന ഒരു പ്രസ്താവനയുണ്ട്. മാസത്തിലൊന്നില്ല പ്രസ്താവന അദ്ദേഹം നടത്തുവാൻ. അതായത് മതവും രാഷ്ട്രീയവും കൂട്ടിക്കലത്തരുത്, മതവും രാഷ്ട്രീയവും കൂട്ടിക്കലത്തരുത്. അത് പിന്നീട് ഒത്തിരി പേരായിട്ട് പറഞ്ഞു. അത് EMS ആണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് പറഞ്ഞ ചർച്ചും സ്റ്റേറ്റും, വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്. അങ്ങനെ ചർച്ചും സ്റ്റേറ്റും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിൽ ഇംഗ്ലണ്ടൊക്കെ വിജയിച്ചപ്പോൾ ആ രാജ്യം തന്നെ അതപ്പതിച്ചു. അപ്പം ചർച്ചും സ്റ്റേറ്റും ഒരുമിച്ചായിരുന്നു മധ്യകാലഘട്ടത്തിലും അതിന് ശേഷമൊക്കെ ചർച്ചും സ്റ്റേറ്റും. മതവും രാഷ്ട്രീയവും കൂട്ടിക്കലത്തരുത് എന്ന് ഇവർ പറയുമ്പോൾ മതവും രാഷ്ട്രീയവും ഭിന്നിപ്പിക്കരുത് എന്നുള്ളതാണ് പറയാൻ. കാരണം മതവും രാഷ്ട്രീയവും ഒന്നാണ്. ഈ മതത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ജനം തന്നെയാണ് രാഷ്ട്രീയത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്നത്, സെയിം ഡൊമൈനാണ്. അപ്പോൾ മതത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവർ തന്നെയാണ് രാഷ്ട്രീയത്തിൽ അതിന് ഗുണഭോക്താക്കളും അതിന്റെ പ്രയോക്താക്കളും എല്ലാം സെയിം ആളുകളാണ്. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്തിടത്തൊക്കെ വലിയ ദോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാത്ത ഒരു മതമാണ് മുസ്ലിം, ഇസ്ലാം മതം. അവിടെ മതവും രാഷ്ട്രീയം ഒരുമിച്ചാണ് പോകുന്നത്. ഇസ്ലാം മതം അതിന്റെ ഭേദാഭേദങ്ങളിലേക്കും ശരിതെറ്റുകളിലേക്കും ഒന്നും ഞാൻ പോകുന്നില്ല, അതിന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ മതവും രാഷ്ട്രീയവും നമ്മൾ രണ്ടായിട്ട് കാണുകയാണ്. നമ്മുടെ ജീവിതം, ചില ആളുകൾ പറയും ആത്മീയ ജീവിതമൊക്കെ എങ്ങനെ ഇരിക്കുന്നു സഹോദര എന്ന് പറയുമ്പോൾ ഒരു കാപ്പട്യമാണ്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞൊരു ജീവിതമില്ല, നമുക്കൊരു ജീവിതമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചോദിക്കുന്ന കുശലാന്വേഷണമാണ് ആത്മീയ ജീവിതം എങ്ങനെ പോകുന്നത്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്: പാട്ട്, പ്രാർത്ഥന, ഉപവാസം, ഏകാന്ത ധ്യാനം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ആത്മീയ ജീവിതം. ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ ജോലി, ബാക്കി കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോവുക, ഇതൊക്കെയാണ് ഭൗതിക കാര്യങ്ങൾ. പക്ഷേ വേദപുസ്തകത്തിന്റെ വീക്ഷണത്തിൽ ഇത് രണ്ടും രണ്ടല്ല, ഒന്നാണ്, ഒരുമിച്ച് പോകേണ്ടത്. അപ്പൊ ഒരാൾക്ക് ഒരിക്കലും ആത്മീയ ജീവിതം ഉണ്ടാകരുത്. ആത്മീയ ജീവിതം ഉണ്ടായാൽ അവൻ കപടനാണ്. കാരണം മുഖംമൂടിയാണ് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞൊരു സംഗതി. നമ്മൾ ആത്മീയ ജീവിതം, നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും രണ്ടാണ് എന്നുള്ള ചിന്ത തെറ്റായ ഒരു ചിന്തയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പലപ്പോഴും അത് നമുക്ക് വേർപിടിക്കണം, അവരെ നമുക്ക് അകറ്റി നിർത്തണം. ഇപ്പം നമ്മൾ സങ്കീർത്തനം വായിക്കുന്നു, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്നു, പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. അതിന് തുല്യമായ പ്രാധാന്യമാണ് ഒരു സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഒരു ജില്ലാ കളക്ടർ. ഒരു ജില്ലാ കളക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഹി സെർവ്സ് പീപ്പിൾ, ആളുകളെയാണ് സെർവ് ചെയ്യുന്നത്. ഒരു പാസ്റ്റർ സെർവ് ചെയ്തതിനേക്കാൾ വിശാലമായ ഒരു ജനവിഭാഗത്തെ സെർവ് ചെയ്യുകയാണ്. അത് ദൈവിക ശുശ്രൂഷയുടെ ഭാഗമാണ്, ദൈവിക ശുശ്രൂഷയുടെ ഭാഗമാണ്. നിങ്ങൾ റോമാലേഖനം ശ്രദ്ധിച്ചു പഠിക്കണം. ദൈവത്തിന് വേണ്ടിയാണ് അവർ വാൾ വഹിക്കുന്നത്, ദൈവത്തിന് വേണ്ടിയാണ് അവർ വാൾ വഹിക്കുന്നത്. കാരണം ചർച്ചിനെയും സ്റ്റേറ്റിനെയും ദൈവം രണ്ടായിട്ട് കാണുന്നില്ല. ചർച്ച് ആൻഡ് സ്റ്റേറ്റ് കനോട്ട് ബി ഡിഫറൻഷിയേറ്റഡ്, ഇറ്റ് മസ്റ്റ് ഗോ ടുഗദർ. അത് ഒരുമിച്ചാ പോകേണ്ടത്. ഇപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഈ വിശുദ്ധി എന്നുള്ള തെറ്റിദ്ധാരണയിലാണ്, വിശുദ്ധിക്ക് വേണ്ടി നിലവിളിക്കുകയാണ്. ഇത് 4-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട് പ്രബലപ്പെട്ട ഒരു ദുരുപദേശമുണ്ട്, ഹെരസി, ഡൊണാറ്റിസം എന്ന് പറയുന്നത്. ഡൊണാറ്റിസം, ഈ ഡൊണാറ്റിസം എന്ന ഹെരസിയാണിത്.
ഈ ചർച്ചിനെയും സ്റ്റേറ്റിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഹെരസിയുടെ പേരാണ് ഡൊണാറ്റിസം. ഇറ്റ് വാസ് ആൻ അനാത്തമറ്റൈസ് ഡോക്ടറിനാണ്, അനാത്തമൈസ് ചെയ്താണ് ഡൊണാറ്റിസം. അപ്പൊ അന്ന് ഈ റിഗറിസ്റ്റ് ഗ്രൂപ്പായിരുന്നു, ജസ്റ്റ് ലൈക്ക് നൊവേഷ്യൻസിനെ പോലെയൊക്കെ ഉള്ളൊരു റിഗറിസ്റ്റ് ഗ്രൂപ്പായിരുന്നു ഈ ഡൊണാറ്റിസ്റ്റുകൾ. അപ്പം ഡൊണാറ്റിസ്റ്റിക് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാല് അവര് പറയുന്നത് വിശുദ്ധി. ഇവിടെ ഇപ്പം നമ്മൾ കേൾക്കുന്ന നിലവിളി തന്നെയാണ് വിശുദ്ധിയും വേർപാടും. അപ്പൊ അവര് ആ കാലഘട്ടത്തിൽ വലിയൊരു മതപീഡനം ഉണ്ടായപ്പോൾ ചക്രവർത്തിയുടെ നിർദ്ദേശാനുസരണം അവര് കുറെ ആളുകള് കൊല്ലപ്പെടാതെ രക്ഷപ്പെടാൻ വേണ്ടി ചക്രവർത്തിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു. അപ്പൊ ചക്രവർത്തിയുടെ എല്ലാവരും ഗവർണറുടെ, അപ്പോ നോർത്ത് ആഫ്രിക്കയിൽ രൂപപ്പെട്ട ദുരിതദേശമാണ്. അപ്പൊ അതേ തുടർന്ന് ഇവര് അതികഠിനമായ ശിക്ഷാവിധികൾ അവരുടെ മേൽ ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഈ മതപീഡനം ഉണ്ടായ സമയത്ത് ഗവർണർ ക്രിസ്ത്യാനികളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകളൊക്കെ ഉണ്ട്, അതെല്ലാം ഇവിടെ പുള്ളിയുടെ പാലസിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ കൊല്ലുന്നില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് സ്ക്രിപ്റ്റേഴ്സ് എല്ലാം കൊണ്ട് ഗവർണറുടെ പാലസിൽ വെച്ചു. ഗവർണറുടെ പാലസിൽ വെച്ചിട്ട് ഇവർ പോന്നു. അവരാരെയും കൊന്നില്ല, ഉപദ്രവിച്ചില്ല. അപ്പൊ മതപീഡനം എല്ലാം കഴിഞ്ഞപ്പോ ഈ റിഗറിസ്റ്റുകള്, ഈ ഡൊണാറ്റിസ്റ്റുകള് വലിയ ബഹളമായി. കാരണം ഇവര് പിന്മാറ്റക്കാരെന്ന് പേര് വിളിച്ചു, പിന്മാറ്റക്കാർ. അപ്പൊ അങ്ങനെ അവരെ ശുശ്രൂഷകളിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, ചർച്ചിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അവർക്കെതിരെ കഠിനമായ ശിക്ഷാ നടപടികൾ വേണം. ഒരിക്കലും ക്ഷമിക്കാത്ത പല കാറ്റഗറി ആയിട്ട് അവരെ തിരിച്ചു. എന്നിട്ട് ഇവരെന്ത് ചെയ്യണം? ഇവര് പ്രാർത്ഥനയ്ക്ക് പള്ളിയുടെ വാതൊക്കെ നിന്നിട്ട് പ്രാർത്ഥനയ്ക്ക് പള്ളിക്കകത്തോട്ട് ഇവരെ കയറ്റത്തില്ല. പള്ളിക്കകത്തോട്ട് കയറി പോകുന്ന ഓരോരുത്തരോട് ഇവർ ക്ഷമയാചിക്കണം. ഓരോരുത്തരോട് ക്ഷമയച്ചിട്ട് പ്രാർത്ഥന ചോദിക്കണം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ വാതൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ആദ്യം വരുന്ന വിശ്വാസിയോട് ക്ഷമ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പൊ അവര് കയറിപ്പോവും. പിന്നെ അടുത്ത ആളോട് പറയണം. അങ്ങനെ പള്ളി വരുന്ന മുഴുവൻ ആളുകളോട് ക്ഷമ ചോദിച്ച് അവരോട് പ്രാർത്ഥന. ഒരു ദിവസം പോരാ, അത് ഓരോരുത്തർക്കും ചിലർക്ക് 6 മാസം, ചിലർക്ക് 1 വർഷം, ചിലർക്ക് 5 വർഷം, ഇങ്ങനെ അങ്ങ് ചിലർക്ക് ആയുസ് മുഴുവൻ ചോദിച്ചാലും ക്ഷമ കിട്ടത്തില്ലെന്ന് അവർ പറയുന്നത്. അത്ര കഠിനമായ പിടിവാശിക്കാർ അവരാണ് ഈ ഡൊണാറ്റിസ്റ്റുകൾ. അത് ശപിച്ചു പുറത്താക്കി ഡൊണാറ്റിസ്റ്റ് മൂവ്മെന്റിനെ. അത് പിന്നെയും പ്രബലപ്പെട്ടു. ഏകദേശം 200 വർഷത്തോളം അവർ വളരെ സ്ട്രോങ് ആയിരുന്നു. അവസാനം ഈ ഡൊണാറ്റിസ്റ്റുകള് തകരുന്നത് ഇസ്ലാമിക് ഇൻവേഷനിൽ, അതായത് മുസ്ലിങ്ങളുടെ പടയോട്ടം വന്നപ്പോൾ അവരെല്ലാം ഇവന്മാരെ തല്ലിക്കൊല്ലുകയായിരുന്നു. അങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൊണാറ്റിസ്റ്റുകൾ മുസ്ലിങ്ങളുടെ കൈക്ക് തീരത്തേ ഉള്ളൂ. അങ്ങനെയാണ് അവരുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് ഇറ്റ്സ് എ ഡൊണാറ്റിസ്റ്റിക് വ്യൂ പോയിന്റ്. ഇപ്പൊ ഡൊണാറ്റിസം എന്ന ആ ഒരു ഹെററ്റിക് വ്യൂ ആണിത്. അപ്പൊ നമ്മളത് ഹെററ്റ്സിയാണ് സംബന്ധിച്ചത്. നമ്മളെ സംബന്ധിച്ചത് വിശുദ്ധിയാണ്, ഇത് ഹോളിനെസ്, തീവ്രമായ മതനിലപാട്. ഞാൻ പറഞ്ഞല്ലോ, തീവ്ര മതനിലപാടാണ്. അപ്പൊ പറയാണ് ഈ കുമ്പനാട് സ്റ്റേജ് പരിശുദ്ധമാണ്. അപ്പൊ അത് ആക്ച്വലി ഒരു വൈരുദ്ധ്യമാണ്, കോൺട്രഡിക്ഷൻ. കാരണം നമുക്ക് ഈ ഭൂമിയിൽ പരിശുദ്ധമായ ഒരു സ്ഥലവുമില്ല. ഭൂമിയിൽ പരിശുദ്ധമായ ഒരു സ്ഥലവുമില്ല. അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ അല്ല, ഒരു പെന്റക്കോസ്റ്റൽ വ്യൂ ആണ്. ഭൂമിയിൽ വിശുദ്ധമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെ ഈ സ്റ്റേജ് വിശുദ്ധമാണ്, ഈ മൈക്ക് വിശുദ്ധമാണ്. ഈ മൈക്ക് അഭിഷിക്തന്മാർ മാത്രം സംസാരിക്കേണ്ടതാണ്. അതിപ്പോ എനിക്കറിയത്തില്ല മൈക്ക് തിരിച്ചു കൊടുത്തോ ഇല്ലയോ എന്ന്, മൈക്കാരന് തിരിച്ചു കൊടുത്തോ അതോ ഇപ്പോഴും അത് ഒരു പ്രത്യേക പാത്രത്തിൽ ഒരു ചെമ്പട്ട് വിരിച്ച് ഒരു സ്വർണ്ണപാത്രത്തിലെ മൈക്ക് അവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ആളുകൾക്ക് വണങ്ങാൻ വേണ്ടി. കാരണം വിശുദ്ധമായ ഒരു സാധനം. അതോ ഈ മൈക്കയിലെ ആ ശക്തിയെ ഒരു കുടത്തിൽ ആവാഹിച്ചെടുത്തിട്ടാണോ മൈക്കുകാർക്ക് തിരിച്ചു കൊടുത്തത്? ഇതേപ്പറ്റിയൊക്കെ അന്വേഷിച്ചറിയേണ്ട കാര്യങ്ങളാണ്. കാരണം അത്രയും മറ്റാർക്കും അതിൽ കൂടെ സംസാരിക്കാൻ പാടില്ല. കാരണം അഭിഷിക്തന്മാർ മാത്രം സംസാരിക്കേണ്ട അത്ഭുതകരവും വിശുദ്ധകരവുമായൊരു മൈക്കാണത്.
ഇതാണ് നമ്മുടെ ധാരണ. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഡൊണാറ്റിസമാണ്. ഇപ്പൊ ഡൊണാറ്റിസം ആളുകൾ എപ്പോഴും ആളുകളുടെ ഇടയിൽ പെട്ടെന്ന് പോപ്പുലാരിറ്റി കിട്ടും. കാരണം ദേ ആർ ഡിഫറൻഷിയേറ്റിംഗ് സ്റ്റേറ്റ് ആൻഡ് ചർച്ച്. അപ്പൊ ട്രൂ ചർച്ച് ഒരിക്കലും സ്റ്റേറ്റിൽ നിന്ന് അകന്നു പോകുന്നില്ല. നിങ്ങൾ വേദപുസ്തക ചരിത്രം പഠിച്ചോ, ബൈബിൾ പഠിച്ചോ? അപ്പൊ അതിനകത്ത് പഴയ നിയമം, അപ്പൊ പറയും പഴയ നിയമം. ഈ പഴയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നിങ്ങൾ ജീവപുസ്തകം കാണുന്നുണ്ട്. ജീവപുസ്തകം 13-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ജീവപുസ്തകം ഉലകസ്ഥാപനം മുതൽ വെച്ചിരിക്കുക, എഴുതാൻ തുടങ്ങി. ഉലകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും. അപ്പൊ കുഞ്ഞാടിന്റെ ജീവപുസ്തകം ഉലകസ്ഥാപനം മുതലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് വന്നു കഴിഞ്ഞല്ല ജീവപുസ്തകം ഉണ്ടാകുന്നത്. അപ്പൊ ജീവപുസ്തകം ആദ്യം മുതലുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചർച്ചയേ ഉള്ളൂ, ഒരു ചർച്ചയേ ഉള്ളൂ കർത്താവിന്. അപ്പൊ ആ ചർച്ച എപ്പോഴും പൊളിറ്റിക്കൽ വേൾഡുമായിട്ട് ഇന്റർമിങ്കിൾഡ് ആയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഏലിയാവിന്റെ ചരിത്രം എടുത്താല്, ദാനിയേലിന്റെ ചരിത്രം എടുത്താല്, ജോസഫിന്റെ ചരിത്രം എടുത്താല്, എപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് ഇത് മുഴുവൻ നെഹമ്യായുടെ എടുത്താല്, എസ്രായുടെ എടുത്താല്, നിങ്ങൾ മുഴുവൻ പരിശോധിക്കുക. ഇത് മുഴുവൻ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടാ പോകുന്നത്. രാഷ്ട്രീയമായിട്ട് ഡീൽ ചെയ്യുന്ന മുഴുവൻ രാഷ്ട്രീയമായിട്ടും പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. അല്ലാതെ എവിടെയെങ്കിലും പോയിരുന്ന കുറെ സമയം സ്വോത്ര ഹല്ലേലൂയ സ്വോത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെർട്ടിക്കൽ. ദേ ആർ മെയിൻറ്റൈനിങ്, ദേ ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് എ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് വിത്തൗട്ട് ഹാവിങ് എനി ഹൊറിസോണ്ടൽ കോൺടാക്ട്സ് വിത്ത് ഫെലോ ബീയിങ്സ്. അപ്പം അങ്ങനെ ഒരു വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയാണ്. ദാറ്റ് ഈസ് റോങ് സ്പിരിച്വാലിറ്റി ഇൻ ദ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ്. അപ്പൊ ക്രിസ്തീയ വീക്ഷണത്തിൽ തെറ്റായ ആത്മീയതയാണ്. ക്രിസ്തീയ വീക്ഷണത്തിലെ തെറ്റായ ആത്മീയതയാണ്. നമ്മൾ രാഷ്ട്രീയക്കാരില്ല, നമുക്ക് തന്നെ ദൈവത്തോട് ബന്ധപ്പെടണം. അപ്പൊ ഇങ്ങനെ നിൽക്കും. ഇതെന്താണ് ഐ എന്ന് പറയും. ഐ കണ്ടോ നിൽക്കുന്നു. ഞാനെന്ന ഭാവം അതാണ് ചീർപ്പിക്കുന്നത്. ആത്മീക നിഗളമാണ്. അപ്പൊ ചീർപ്പിക്കാണ്. എനിക്ക് ലോകത്തോട് ബന്ധമില്ല, മറ്റവരുടെ ഉത്തരവാദിത്വം ഇല്ല, ഇതാണ്. അപ്പൊ ഈ ഐ എന്നതിനെ എന്ത് ചെയ്യണം? വെട്ടണം. നെഗേഷൻ ഓഫ് സെൽഫ് ആണ്, സെൽഫ് ഡിനയലാണ്. ഇങ്ങനെ വെട്ടുമ്പോൾ എന്തായി മാറി? അത് ക്രോസ് ആയി മാറി. അപ്പൊ ഇതാണ് മാധവസേവ, ഇതാണ് മാനവസേവ. അപ്പൊ മാധവസേവ മാനവസേവയുമായിട്ട് ചേരുമ്പോഴാണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഉണ്ടാകുന്നത്. ഇതിനകത്തല്ലേ ഈ താഴ്ന്ന ജാതിക്കാരാണ് ഈ ഡൊണാറ്റിസ്റ്റുകൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. 4-ാം നൂറ്റാണ്ടിലെ അന്നത്തെ ഈ താണ വിഭാഗക്കാരാണ് ഈ ശല്യം മുഴുവൻ ഉണ്ടാക്കിയത്. അപ്പൊ അവര് പറയുന്നത്, ഇപ്പൊ ഇന്ന് എനിക്കിപ്പം ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടി. അതിനകത്ത് ഒരു ഹിന്ദു ആള് ഒരു പാസ്റ്ററോട് സംസാരിക്കുകയാണ്. അപ്പൊ ഹിന്ദു ആയിരിക്കുന്ന വ്യക്തി പറയാണ്, ഞങ്ങളുടെ വീടുകളിൽ നിങ്ങൾ വരരുത്, നിങ്ങളുടെ കൈ ഞങ്ങൾ തല്ലി ഒടിക്കും. അപ്പോ ഈ പാസ്റ്റർ തിരിച്ചു പറയാണ്, എന്തിന് കൈ ഒടിക്കണം? ഞങ്ങളുടെ കഴുത്ത് തന്നെ വെട്ടു, ഞങ്ങൾക്ക് പെട്ടെന്ന് കർത്താവിനെ കാണാമല്ലോ. എന്തൊരു ബോഷ്കാന്ന് പറഞ്ഞാലും വല്ലവന്റെ സൗര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുകയാണ്. അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറയുമ്പം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് കാലിൽ പൊടി തട്ടിയിട്ട് പോകാനാ പറഞ്ഞേ. അപ്പൊ ഇവിടെ ഈ മതതീവ്രവാദി പറയാണ്, ഞങ്ങളുടെ കഴുത്ത് വെട്ടു, ഞങ്ങൾ നിന്റെ വീട്ടിലോട്ട് വരികയാണ്. അപ്പൊ അത് തെറ്റായ മതവിശ്വാസവും അത് സഭ ഒരിക്കലും അംഗീകരിക്കാത്തതാണ്, ക്രിസ്ത്യൻ ഹാർട്ടിന് ചേരാത്തതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചർച്ചും സ്റ്റേറ്റും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഒരു പാസ്റ്ററെ പോലെ തന്നെ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടെ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് ഒരു പൊളിറ്റീഷ്യൻ. He has all right to address the people and he has all right to talk to the people. അവർ ഞങ്ങൾ അവകാശം നിഷേധിക്കില്ല. ആ വേദിയിൽ തന്നെ സംസാരിക്കാൻ അവകാശമാണ്. കാരണം ഇത് മനുഷ്യരാണ് കൂടുന്നത്, മനുഷ്യരെ സർവീസ് ചെയ്യുന്നത്. കർത്താവ് അങ്ങനെയാണ് കാണുന്നത്. അപ്പോ പറയുകയാണ്, ഈ വേദി അഭിഷിക്തന്മാർക്ക് മാത്രം സംസാരിക്കാനുള്ള വേദിയാണ്.
അപ്പൊ ഈ അഭിഷിക്തൻ എന്നതിനെ കുറിച്ചുള്ള റോങ് കോൺസെപ്റ്റ്. ഈ അഭിഷിക്തൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു അടച്ചിട്ട മുറിയിൽ ഒരു വെള്ള കട്ടൻ വലിച്ചു കെട്ടിയിട്ട് തമ്പേറിട്ടടിച്ചിട്ട് തലയും കുത്തി നിൽക്കുന്നവനാണ് അഭിഷിക്തൻ എന്നാണ് മൂഢവിചാരമാണ്. ദൈവം അങ്ങനെ അല്ല കാണുന്നത്. നിങ്ങൾ യെശയ്യാപ്രവചനം 45 അധ്യായം എടുത്ത് വായിക്കണം. പാർസി രാജാവായ കോരശിനോട് ദൈവം അരുളി ചെയ്യാണ്, യഹോവ അരുളി ചെയ്യുന്നു, എന്റെ അഭിഷിക്തനെ. അപ്പൊ ഈ അഭിഷിക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റീഷ്യനായ ഒരു പൊളിറ്റീഷ്യൻ, ജസ്റ്റ് എ പൊളിറ്റീഷ്യൻ. അവൻ യഹോവയിൽ വിശ്വസിക്കുന്നില്ല, യഹോവയെ സേവിക്കുന്നില്ല. ഹി ഹാസ് ഹിസ് ഓൺ ഗോഡ്, ഹിസ് ഓൺ ഡേറ്റീസ്, ഹിസ് ഓൺ ഐഡൽസ് ആൻഡ് ഹിസ് ഓൺ വർഷിപ്പ് സ്റ്റൈല്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിമ, അദ്ദേഹത്തിന് വിഗ്രഹങ്ങളുണ്ട്, അദ്ദേഹത്തിന് ദേവന്മാരുണ്ട്, അദ്ദേഹത്തിന് ദേവിമാരുണ്ട്, അദ്ദേഹത്തിന് ക്ഷേത്രങ്ങളുണ്ട്. അദ്ദേഹം മറ്റൊരു ടോട്ടലി എൻറ്റയർലി ഹിസ് ഫെയ്ത്ത് സിസ്റ്റം ഈസ് ഡിഫറന്റ്. തികച്ചും വ്യത്യസ്തമായ ഒരു വിശ്വാസ സംഹിതയുള്ള ഇസ്രായേലിന്റെ ദൈവത്തെ ഒരു കാരണവശാലും അറിയുന്ന പോലുമില്ല. അപ്പൊ ഇസ്രായേലിന്റെ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ വിസ്താരമായിത്താൽ ഒരുപാട് വാക്യങ്ങൾ, ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതിപ്പോൾ വളരെ കഴിവുള്ള ആളുകളൊക്കെ ഉണ്ട്, തിയോളജി പഠിച്ചവര്, പ്രൊഫഷണലി പഠിച്ചവരൊക്കെ ഉണ്ട്. ഇപ്പം എന്നെ കേൾക്കുന്നവർ തന്നെ ധാരാളം തിയോളജിയൻസിനെ ഞാൻ കാണുന്നുണ്ട്. അവർക്കൊക്കെ ആ കാര്യത്തെപ്പറ്റി കൂടുതലായിട്ട് നമ്മുടെ ജെയ്സ് പാണ്ടനാടും ജെയിംസ് കോശിയും അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്, അവർക്ക് വേണേൽ പറയാം. യെശയ്യാപ്രവചനം 45 അധ്യായം, യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യും. അപ്പൊ ഈ കോരശ് എന്ന് പറഞ്ഞാൽ പാർസി രാജാവാണ്. അദ്ദേഹം ദൈവവുമായിട്ട് ബന്ധമുള്ള ആളല്ല. എന്നാൽ ദൈവമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ ആ ഏതാണ് നമ്മുടെ ആ കോൺസെപ്റ്റിൽ എന്ന് പറഞ്ഞാൽ മതപരമായി ആ പർട്ടിക്കുലർ ദൈവത്തെ വന്ന് ആരാധിക്കുന്ന ആളല്ല. അപ്പൊ ആ ദൈവത്തോട് പറയാണ്, നീ എന്നെ അറിയാതിരിക്കാൻ ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കാൻ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. അപ്പോ ഇപ്പൊ IPCയുടെ FCRI പോയി. FCRI ഫോറിൻ കോൺട്രിബ്യൂഷൻ രജിസ്ട്രേഷന്റെ ഇതാണ്, പിന്നെ രജിസ്ട്രേഷനാണ് പോയത്. അത് പോയ സമയത്ത് പാസ്റ്റർ ജേക്കബ് ജോൺ പറയുന്നുണ്ട്, നമുക്കത് പോയി വലിയ അത് ഇവരാ ശരിയാക്കി തന്നെ. ആരാണ്? ഈ BJP ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. അത് കിട്ടാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ഒരു പ്രയാസവുമില്ലാതെ അത് ശരിയാക്കി കൊടുത്തു. അപ്പൊ ഇസ്രായേലിന് വേണ്ടി ഈ കോരശ് ഒരു ഉപകാരം ചെയ്യാണ്. അപ്പൊ കോരശിനെ വേദപുസ്തകം വിളിക്കുന്നത്, ദൈവം വിളിക്കുന്നത് അഭിഷിക്തൻ എന്നാണ്. അപ്പൊ വേദപുസ്തക ഭാഷയിൽ അവിടെ വന്ന ആ ശ്രീധരൻ പിള്ള ഒരു അഭിഷിക്തനാണ്. ഇപ്പം ഈ ഞാൻ പറഞ്ഞ പോലെ ഡൊണാറ്റിസ്റ്റുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഇനി അതല്ല എന്ന് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ബിബ്ലിക്കലി യു ക്യാൻ കൗണ്ടർ ഇറ്റ്, യു ഓൾ ആർ വെൽക്കം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ മാനിച്ചു. അത് ആര് മാനിച്ചാലും അതൊരു ദൈവിക കാഴ്ചപ്പാടാണ്. ദൈവിക കാഴ്ചപ്പാട് വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാടാണ്. കാരണം ബൈബിളിൽ അങ്ങനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മറ്റു ചിന്ത നമ്മുടെ തെറ്റായ ചിന്തയാണ്. മനുഷ്യരുമായിട്ട് ഇത് നമ്മുടെ ചിന്ത ഇതാണ്. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നേരം മനസ്സിൽ വരുന്നത് സ്വോത്രം, ഗ്ലോറി. അന്നേരത്തേന് എന്താ പെട്ടെന്ന് അവിടെ ഒരു വേറൊരു ഇതൊക്കെ ആയി. അപ്പൊ അവിടെ അത് സ്പിരിച്വൽ ഉണ്ടോ? പുണ്യാഹമൊക്കെ തളിച്ച് കണ്ടോ, പുണ്യാഹം എല്ലാം തളിച്ച് അപ്പൊ അവിടെ വിശുദ്ധമാക്കി, വിശുദ്ധ സ്ഥലമാക്കി. നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ പറയുന്നത് എത്ര ദുരുപദേശമാണ്. യേശുക്രിസ്തു അങ്ങനെയാണ്. രാവിലെ തന്നെ 2 കുപ്പി വെള്ളം എടുത്ത് പുണ്യാഹം എല്ലാം തളിച്ച്. അങ്ങനെയല്ല. അവൻ ചുങ്കക്കാരുടെ കൂടെയും വേശ്യകളുടെ കൂടെയും പാപികളുടെ കൂടെയും ഒക്കെയാണ് നടന്നത്. അവൻ ഒരേ അസ്വസ്ഥത തോന്നിയില്ല. അവന്റെ കൂടെ ആരിരുന്നാലും പ്രശ്നമല്ല. പക്ഷെ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരൻ വന്നു കഴിയുമ്പോഴേക്കും നീചൻ, പാപി, ദോഷി, ദുഷ്ടൻ, അവൻ അൺടച്ചബിൾ, ഒബ്സർവിങ് അപ്പാർത്തൈഡ്, തൊട്ടുകൂടായ്മയാണ് അൺടച്ചബിലിറ്റി. അപ്പൊ അതിനുവേണ്ടി നിലവിളിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ഒരു ഓഡിയോ ക്ലിപ്പാണ് കേട്ടത് അതിനെ സംബന്ധിച്ച്. അപ്പൊ ആ ഓഡിയോ ക്ലിപ്പിൽ ആ IPCയുടെ പ്രസിഡന്റ് he was trying his level maximum to justify his stand. പക്ഷെ അദ്ദേഹത്തെ മറ്റേ ആള് ഭയങ്കരമായിട്ട് ആക്രമിക്കുകയാണ്. മറ്റേ ആളുടെ വിചാരം അയാൾ എന്തോ സ്പിരിച്വാലിറ്റി പറയുന്നു എന്നാണ്. സ്പിരിച്വാലിറ്റി അല്ല പറയുന്നത്, മൂഢതയാണ് പറയുന്നത്. നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ആരാണ്
അത് ഞാൻ അതിന്റെ പേര് എന്തോ ഒരു ബേബിയോ ബാബുവോ അങ്ങനെ കണ്ടൊരു ശബ്ദമാണ്, ബേബി അങ്ങനെയാണ് പേര് പറയുന്നുണ്ട്. ഒരു സൈഡിൽ മറ്റേ നമ്മുടെ പാസ്റ്റർ ജേക്കബ് ജോൺ ആണ്. ഈ പാസ്റ്റർ ജേക്കബ് ജോണിനെ പറ്റി ഹീസ് എ മാൻ ഓഫ് പ്രയർ, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്തെല്ലാം കുഴപ്പമാണ്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് കഴിവുകളില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പറ്റി ഒരു ആരോപണം ഉണ്ടായി, ചെറുപ്പക്കാരെല്ലാം കൂടെ അദ്ദേഹത്തെ ഘരാവോ ചെയ്തു. അപ്പോൾ അദ്ദേഹം ദൈവനാമത്തിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അതൊക്കെ ഒരു വലിയ മനുഷ്യന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. ഞാൻ വിദ്യാഭ്യാസത്തിന്റെ അല്ല, അദ്ദേഹത്തിന്റെ കഴിവല്ല, അദ്ദേഹം പറഞ്ഞു എന്നോട് ക്ഷമിക്കണം. പിന്നെ കുമ്പനാട് കൺവെൻഷനിൽ ഞാൻ കുമ്പനാട് കൺവെൻഷനിലെ പ്രസംഗങ്ങളെല്ലാം ശ്രദ്ധിച്ചു. നല്ല കൺവെൻഷനായിരുന്നു, പൊതുവെ തരക്കേടില്ല. കാരണം നമ്മൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ പിന്നെ അവിടുത്തെ ഭക്ഷണമൊക്കെ വളരെ ഗംഭീരമായിരുന്നു എന്നൊക്കെ പോയവർ പറഞ്ഞു. നമ്മൾ ഓൺലൈനിൽ കാണുന്നവർക്ക് അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ലിനു കെ ജോണൊക്കെ പോയി 4 പ്രാവശ്യം മറ്റോ ഭക്ഷണം കഴിച്ചെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. അപ്പം വളരെ ടേസ്റ്റ് ആയിരുന്നെന്നോ കോഴി വറുത്ത് കിട്ടിയെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നല്ലതാ. ഗായക സംഘം നല്ലതായിരുന്നു, നല്ല പാട്ടായിരുന്നു. പക്ഷെ ഇന്നലത്തെ സൺഡേ വർഷിപ്പ് തീരുന്ന സമയത്ത് അവസാനം കൊണ്ട് കലവടച്ചെന്ന് അവസാനത്തെ ഒരു പാട്ടിന് അവരൊക്കെ കിടന്ന് ഞരങ്ങുന്ന കണ്ടു. ബാക്കി 7 ദിവസവും ഗംഭീരമായിട്ട് അവർ പാടി. പക്ഷെ അവസാനത്തെ പാട്ടിൽ അവര് നശിപ്പിച്ചു എന്ന രാഗത്തിൽ പാടുന്ന കണ്ടു. പിന്നെ പ്രസംഗങ്ങളൊക്കെ ഒരു ശരാശരി പെന്തക്കോസ്തൽ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു ഉപവാസ പ്രാർത്ഥന നിലവാരത്തിൽ പോലും ആരും തന്നെ പ്രസംഗിച്ചില്ല എന്ന് വേണം നിഷ്പക്ഷമായിട്ട് പറയാം. മൊത്തം കൺവെൻഷനിൽ ഒരു ചലനം ഉണ്ടാക്കിയത് പാസ്റ്റർ രാജു മേത്രയാണ്. രാജു മേത്രയുടെ പ്രസംഗം ഒരു സദസ്സിനെ ഒന്ന് പ്രകമ്പനമൊക്കെ കൊള്ളിച്ചു. പിന്നെ ഞാൻ എല്ലാ പ്രസംഗവും ഒബ്സർവ് ചെയ്തു. പിന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൈയടിച്ചത് നമ്മുടെ PC ജോർജ് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞപ്പോഴാണ്. പൂഞ്ഞാർ MLA PC ജോർജ് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞത് അതൊക്കെ 3-4 പ്രൈസ് ദി ലോർഡ് പറഞ്ഞിരുന്നെങ്കിൽ വലിയ തീപ്പൊരി ആയിപ്പോനെ. അതായത് പെട്ടെന്ന് അത് പറയാൻ നന്നായി, പാസ്റ്റർമാരുടെ എല്ലാം പണിയും പോനെ എന്ന് പറഞ്ഞാൽ PC ജോർജ് പറഞ്ഞ പ്രൈസ് ദി ലോർഡിന് ജനം ഒരു വാല്യൂ കൊടുത്തു. അവിടെ നിന്ന് ഓരോ ഭാഷന്മാരൊക്കെ കൈ പൊക്കി സ്തുതിച്ചാട്ടെ, കൈ ഉയർത്തി സ്തുതിച്ചാട്ടെ, മറ്റേത് ചെയ്താട്ടെ, അതാണ് കർത്താവ് നല്ലവനല്ലയോ, നിങ്ങളൊന്ന് സ്തോത്രം ചെയ്ത് പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്തില്ല. PC ജോർജ് ഇതൊന്നും പറഞ്ഞില്ല. മൈക്ക് എടുത്ത് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞപ്പോഴേ എന്തൊരു റെസ്പോൺസ്. നിങ്ങളെ വീഡിയോ യൂട്യൂബിൽ കിടപ്പണം, ഞാൻ നുണ പറയുന്നല്ല. PC ജോർജിനെ പോയി കാണുക, രാഷ്ട്രീയം വിടാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞങ്ങളോട് കൂടാൻ പറയാം. ഏതായാലും ഞാൻ നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്, പോസിറ്റീവായിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പം ഏറ്റവും കൂടുതൽ ഗ്രൗണ്ടിനെ ചലിപ്പിച്ചത് PC ജോർജും പെർസീസ് ജോണുമാണ്. പെർസീസിന്റെ പാട്ടും ആളുകൾ റെസ്പോണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ആളുകൾ ശരിക്കും എൻജോയ് ചെയ്ത് 2 സെഷനാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രസംഗങ്ങളുടെ കാര്യം നശിപ്പിച്ചു എന്ന രാഗം, നശിപ്പിക്കരുതേ എന്നൊരു രാഗം ഈ ബൈബിളിലുണ്ട്, സങ്കീർത്തനങ്ങൾക്കകത്ത് ES തോമസ് നശിപ്പിക്കരുതേ എന്ന്. അപ്പൊ ഞാനത് നശിപ്പിച്ചു എന്ന രാഗം എന്നങ്ങ് പറഞ്ഞു, നശിപ്പിച്ചു. അപ്പോ ES തോമസ് സങ്കീർത്തനം വായിക്കാൻ മുകളിലത്തെ രാഗങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നല്ല രസമാണ്. അതിന്റെ എബ്രായ ഒറിജിൻ പഠിക്കണം. എബ്രായ ഭാഷയിൽ അതിന്റെ ഒറിജിൻ വായിച്ചു വെച്ച് നമ്മൾ ഈ മലയാളം തർജ്ജമ വായിക്കുമ്പോൾ നമുക്ക് ചിരിച്ചടപാട് തീർന്നു പോകും. നശിപ്പിക്കരുത്, അതിന്റെ റൂട്ട് അതല്ല. പിന്നെ പ്രസംഗങ്ങളെ കുറിച്ച് പറഞ്ഞാല് നിങ്ങൾ എന്റെ വ്യക്തിപരമായ നിരീക്ഷണമാണ്, ഏറ്റവും ഒറേറ്ററി സ്കിൽസിന്റെ അടിസ്ഥാനത്തിലല്ല, ഒറേറ്ററി സ്കിൽസ് പലരും അവിടെ ഇത് ചെയ്തു. പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രസംഗിച്ചത് IPCയുടെ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോൺ. കാരണം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും, അതാണ് വിഷയം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നുള്ള എല്ലാവരും ആ ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കല്ലറയ്ക്ക് കാരണം യോഹന്നാന്റെ സുവിശേഷം 11 പറയുന്നതാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പിന്നീട് ലാസറിനെ ഉയർപ്പിക്കുകയാണ്. അപ്പൊ പ്രസംഗിച്ച 18 പ്രസംഗകരും മെയിൻ ആയിട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത ഉയർത്തെഴുന്നേൽപ്പ്, ആ അത്ഭുതം. അപ്പൊ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നു, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നു, നിന്റെ ഭാരം മാറുമെന്നും നിന്റെ പ്രശ്നം മാറുമെന്നും നിന്റെ കെട്ടഴിയുമെന്നും നിന്റെ പ്രോബ്ലം പരിഹരിക്കപ്പെടുമെന്നും ഇങ്ങനെ പല കാര്യങ്ങളാണ് ഈ വാരി വിതർന്ന്. ഇതൊക്കെ ഒരുപാട് കേട്ട് തഴമ്പിച്ച ആളുകള് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടി കളഞ്ഞുകൊണ്ടിരുന്നു. ഈ പട്ടിയുടെ തല വെള്ളം വീഴുമ്പോൾ തല കുടയുന്ന പോലെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. എന്നാൽ പാസ്റ്റർ ജേക്കബ് ജോൺ പറഞ്ഞത് ഈ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ മഹത്വം ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, കേൾക്കുക. പാസ്റ്റർ ജേക്കബ് ജോൺ പറഞ്ഞത് മരണത്തിൽ മഹത്വം വരുന്നു. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പിൽ മരണം വരുന്നു
ഉയർത്തെഴുന്നേൽപ്പിൽ മഹത്വം വരുന്നു. ഉയർത്തെഴുന്നേൽപ്പിലെ മഹത്വമാണ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി മരണത്തിലെ മഹത്വം, അപ്പോസ്തലനായ പത്രോസിന്റെ മരണവും പ്രഥമ രക്തസാക്ഷിയായ സ്തേഫാനോസിന്റെ മരണവും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ മരണത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം കാണുന്ന, അല്ലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെ കുറിച്ച് ജേക്കബ് ജോൺ പ്രസംഗിച്ചു. അത് വേറെ ആംഗിളായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ പ്രസംഗിച്ച പല പണ്ഡിതന്മാരും, ഇപ്പം ഡോക്ടറേറ്റ് ഹോൾഡേഴ്സും പ്രൊഫസേഴ്സും അല്ലെങ്കിൽ ഒറേറ്റേഴ്സും വലിയ ആളുകളൊക്കെ ഒരുപാട് പേര് പ്രസംഗിച്ചെങ്കിലും, വളരെ പ്രഗത്ഭരും പ്രശസ്തരും പ്രമുഖരും ഒക്കെ പ്രസംഗിച്ചെങ്കിലും ഈ പാവപ്പെട്ടവൻ, ഞാൻ അദ്ദേഹത്തെ പാവപ്പെട്ടവൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് തികച്ചും വ്യത്യസ്തമായ ഒരാംഗിളിൽ അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അത് വളരെ ഒരു വ്യത്യാസമായിരുന്നു. സാധാരണ ആളുകളെ കൊണ്ട് പറ്റുന്നില്ല. കാരണം അത്രയും ആളുകൾ പ്രസംഗിച്ചിട്ട് അവരാരും ഇത് ചിന്തിച്ചില്ല. ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തത്. അതാണ് ഈ പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് ആൻഡ് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്. ഇപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഈ പ്രളയം കഴിഞ്ഞ സമയത്ത് ഞാനൊരു ലൈവ് ചെയ്തായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ വലിയ വിവാദം ഉണ്ടാക്കിയ ലൈവാണ്, പ്രളയം കഴിഞ്ഞപ്പോൾ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, ഒരു ചർച്ചിലെ, ഒരു പെന്തക്കോസ്ത് ചർച്ചിലെ പ്രാർത്ഥന കഴിഞ്ഞ് കർത്തൃമേശ കഴിഞ്ഞ് വിശുദ്ധീകരണം കൊടുക്കുന്നതിനേക്കാൾ വികാരവായ്പായിരുന്നു ചങ്ങനാശ്ശേരി ക്യാമ്പിൽ നിന്ന് ആളുകൾ, പ്രളയത്തിന് കഴിഞ്ഞ് ക്യാമ്പിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു വന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് താമസിച്ച ക്യാമ്പിൽ നിന്ന് ആളുകൾ ചിലർ പൊട്ടിക്കരയുകയായിരുന്നു. കർത്തൃമേശ കഴിഞ്ഞുള്ള വ്യാജ വിശുദ്ധചുംബനം, വിശുദ്ധം എന്ന് പറയുന്നില്ല, വ്യാജ ചുംബനം പോലെ അല്ല, ആത്മാർത്ഥതയുള്ള ഹൃദയങ്ങളുടെ തുടിപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞ അവിടെയാണ് ദൈവരാജ്യം. അതാണ് ദൈവരാജ്യം. യഥാർത്ഥ ദൈവരാജ്യം സ്നേഹത്തിലാണ്, സാഹോദര്യത്തിലാണ്, സമഭാവനയിലാണ്, സമർപ്പണത്തിലാണ്, പരസ്പര സമർപ്പണമാണ്. അതവിടെ കണ്ടത്. അതുകൊണ്ട് മനുഷ്യരെല്ലാം ഒരുമിച്ച് ചേരുന്നിടത്താണ് ദൈവം വസിക്കുന്നത്. ദൈവം അല്ലാതെ മനുഷ്യരിൽ നിന്ന് ഒളിച്ചോടിയിട്ട് വേറെ എവിടെയെങ്കിലും കുന്നിന്റെ പുറത്ത് പോയിരിക്കുക, അല്ലെങ്കിൽ ഒരു ഗുഹയ്ക്കകത്ത് പോയിരിക്കുക, അങ്ങനെയല്ല, ഒരിക്കലുമല്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് പോകുന്നതാണ് മനുഷ്യർ കൂടുന്നത്. മറ്റേത് തികച്ചും തെറ്റായ ധാരണയാണ്. അപ്പൊ ഞാൻ അതിനെ നെയിം ചെയ്ത് വിളിച്ചെന്നേ ഉള്ളൂ. അതൊരു ഹെരസിയാണ്. ഡൊണാറ്റിസം എന്ന ഹെരസിയാണ്. നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് പഠിച്ചാൽ, ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റ് തിയോളജിയിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും, ഈ ലൈവിലല്ല. നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ നിങ്ങൾ ന്യൂ ടെസ്റ്റ്മെന്റ്, നിങ്ങൾ റോമാലേഖനം ഒക്കെ വായിച്ചു നോക്കുക. പിന്നെ ഏർലി ചർച്ചിന്റെ ഹിസ്റ്ററിയോ ലൈഫ് ഓഫ് പോളോ ഒക്കെ നിങ്ങൾ നോക്കുക. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കാണാം ചർച്ചുമായിട്ട് എങ്ങനെയാണ് സ്റ്റേറ്റുമായിട്ട് ഒരുമിച്ച് പോകുന്നത്. അതിന് ഞങ്ങൾക്ക് ഇതുമായിട്ടൊന്നും ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒരിടത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ച് സമൂഹവുമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുമ്പം ഇറ്റ് വിൽ ബിക്കം എ വെർട്ടിക്കൽ പോൾ. വെർട്ടിക്കൽ പോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അഹങ്കാരത്തിന്റെ ചിഹ്നമാണ്, ഞാൻ എന്ന ചിഹ്നമാണ്, അത് ദൈവമായിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ല. അത് ദൈവീകതയല്ല, സ്പിരിച്വാലിറ്റി അല്ല. അതുകൊണ്ട് മനുഷ്യരെ കൂടെ സെർവ് ചെയ്യുക, എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് പോവുക, അതാണ് ശരിയായ രീതി. ഇപ്പൊ ഇതിനെ വിമർശനമൊക്കെ വരും. അങ്ങനെയാണ് ഇനി അടുത്ത മീറ്റിംഗ് തൊട്ട് നമുക്ക് അടുത്തുള്ള പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് ചർച്ച പ്രസംഗിപ്പിക്കുക, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അവർക്ക് പ്രസംഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അവരെ ഉൾപ്പെടുത്തുക, അവരെ അപമാനിക്കരുത്, അവരെ തിരസ്കരിക്കരുത്. എന്തായാലും ഒരുമിച്ചാണ് പോകുന്നത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ നമ്മളങ്ങനെ പരസ്യമായിട്ട് പറയരുതെന്നൊക്കെ എന്നോട് ആളുകൾ പറയാറുണ്ട്. അപ്പൊ ആ കാര്യം എല്ലാവർക്കും ബാധകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാവർക്കും ബാധകമാണ്. ഇപ്പൊ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നതായിരുന്നു കൺവെൻഷന്റെ തീം. ഞാൻ കുമ്പനാട് കൺവെൻഷനെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷനാണ്. റെജി ദാനിയൽ, താങ്ക് യു, സോ മെനി ഫ്രണ്ട്സ് ആർ ദെയർ, താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പോൾ ഈ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ അതിലാണ് നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ കേട്ടു. വിശ്വസിച്ചാൽ നീ, അപ്പം ഉയർത്തെഴുന്നേൽപ്പ്, ലാസർ ഉയർത്തതാണ് ആ മഹത്വമെങ്കിൽ, ലാസർ ഉയർക്കുന്നതിനെ കുറിച്ചാണ് യേശു ഉദ്ദേശിച്ചെങ്കിൽ അവിടെ നിന്ന് സകല ആളുകളും കണ്ടു ലാസർ ഉയർക്കുന്നത്. കാരണം വിശ്വസിക്കാത്തവരെല്ലാം കണ്ടില്ലേ. അതിനെല്ലാം മാർത്തയും മറിയം വിശ്വസിച്ചു എന്നുള്ളതിനും തെളിവില്ല. യേശു പറഞ്ഞു വിശ്വസിച്ചാൽ നീ കാണുമെന്ന്. എന്നിട്ട്
ലാസർ ഉയർത്തത് എല്ലാവരും കണ്ടു, വിശ്വസിക്കാത്തവരും കണ്ടല്ലോ, അവിടെ നിന്ന് യഹൂദന്മാരെല്ലാം കണ്ടല്ലോ. അപ്പൊ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നുള്ളത് ലാസറിന്റെ ഉയർപ്പിനെ കുറിച്ചാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ നമ്മളങ്ങ് ചിന്തിക്കുക അത് ലാസറിന്റെ ഉയർപ്പിനെ കുറിച്ചായിരിക്കും. അപ്പൊ ലാസർ ഉയർക്കുന്നത് എല്ലാവരും കണ്ടു, എല്ലാവർക്കും കാണാമായിരുന്നു, അതിന് പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് യേശു പറഞ്ഞു. എന്ത് മഹത്വമാണ്, എന്താണ് കണ്ടത്, എന്ത് കാണുമെന്നാണ് യേശു പറഞ്ഞത്. അപ്പൊ ആ തിരുവെഴുത്തിനെ ആധാരമാക്കി അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവ് അനുവദിച്ചാൽ നാളെ തിങ്കളാഴ്ച വൈകിട്ട് 8 മണിക്ക് ലൈവിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അത് കാണുക. നമ്മൾ ഒരുമിച്ച് ആ ടെക്സ്റ്റ്, ഈ കൺവെൻഷന്റെ ആ തീം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ കൺവെൻഷനിൽ പോയി അനുഗ്രഹം പ്രാപിച്ചവരൊക്കെ സന്തോഷവാന്മാരായിട്ടിരിക്കുന്നു. നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്താണ്. എന്നാൽ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ നടക്കുന്ന ഒരു ചർച്ച, നമുക്ക് രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധം പാടില്ല, അതുമായിട്ട് ബന്ധം പാടില്ല, അതെല്ലാം തെറ്റിദ്ധാരണയാണ്. വിശ്വാസിക്ക് രാഷ്ട്രീയമാകാമോ എന്നൊക്കെയാണ് ചർച്ച. അതൊക്കെ എത്ര പോസ്റ്റാണ്. രാഷ്ട്രീയം ഇല്ലാത്തവൻ വിശ്വാസി അല്ല. മനസ്സിലായ? രാഷ്ട്രീയമില്ലാത്തവൻ വിശ്വാസി അല്ല. കാരണം ഇതുമായിട്ട് ബന്ധമില്ലാതെ അവൻ തെറ്റായ ഒരു സ്പിരിച്വാലിറ്റി അവൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ അതാണ് ഞാൻ ഡൊണാറ്റിസം എന്ന് പറഞ്ഞത്. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ ജോയിനിങ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നാളെ വൈകിട്ട് നമ്മൾ ഒരുമിച്ച് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുന്ന തീം ചിന്തിക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. മേ ഗോഡ് ബ്ലസ് യു.